21 വർഷം ഈജിപ്റ്റ് ഭരിച്ചിരുന്ന അവസാനത്തെ ഫറോവ രാജ്ഞിയായ ക്ലിയോപാട്ര അതീവ ബുദ്ധിശാലിയും അനേകം ഭാഷകളുടെ പണ്ഡിതയും ഒക്കെ ആയിരുന്നെങ്കിൽ പോലും ഒരു കുലത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം രാജ്ഞിയായിരിക്കാൻ കഴിയില്ല എന്നറിയാവുന്ന ക്ലിയോപാട്രയുടെ ജീവിത കഥ നിറയെ രാഷ്ട്രീയ തന്ത്രങ്ങളും പ്രണയവും വഞ്ചനയും എല്ലാം നിറഞ്ഞ ഒരു കഥയായിരുന്നു. 18ാമത്തെ വയസ്സിൽ രാജ്ഞിയായ ക്ലിയോപാട്ര ഉടനെ തന്നെ സ്വന്തം കുടുംബാംഗങ്ങളുടെ ചതിയിൽപ്പെട്ട് അലക്സാൻഡ്രിയ എന്ന ക്ലിയോപാട്രയുടെ രാജ്യത്തിൽ നിന്നും തുരത്തപ്പെട്ടു. എന്നാൽ അവിടെ വെച്ച് പരാജയത്തിന് കീഴടങ്ങാതെ ഒതുങ്ങിക്കൂടാതെ റോമാ ചക്രവർത്തിയായ ജൂലിയസ് സീസറുമായി ഒരു പൊളിറ്റിക്കൽ അലയൻസിൽ ക്ലിയോപാട്ര കടക്കുന്നു. അങ്ങനെ ജൂലിയസ് സീസറുമായി ഒരുമിച്ച് തിരിച്ച് ഈജിപ്തിന്റെ ഭരണം ക്ലിയോപാട്ര നേടിയെടുക്കുന്നു. പിന്നീട് ജൂലിയസ് സീസറുമായി പ്രണയത്തിലാവുകയും സീസറുടെ കുട്ടികളുടെ അമ്മയും ഒക്കെ ആയ ക്ലിയോപാട്ര റോമിലിരുന്ന് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ജൂലിയസ് സീസറിന് ചതിയിലൂടെ സ്വന്തം രാജ്യം നഷ്ടപ്പെടുന്നത്. ജൂലിയസ് സീസർ മരിക്കുന്നതോടുകൂടി ക്ലിയോപാട്രയുടെ റോമ കവചം നഷ്ടപ്പെട്ട് വീണ്ടും അലക്സാൻഡ്രിയയിലേക്ക് ക്ലിയോപാട്ര വരികയാണ്. പക്ഷെ അവിടെ ഒതുങ്ങിക്കൂടാൻ ക്ലിയോപാട്ര തയ്യാറായില്ല. ജൂലിയസ് സീസറിന്റെ പൂർവ്വവിശ്വസ്തനായിരുന്ന മാർക്ക് ആന്റണിയുമായി മറ്റൊരു സക്സസ്ഫുൾ പൊളിറ്റിക്കൽ അലയൻസിലൂടെ മിഡിൽ ഈസ്റ്റും റോമും ഈജിപ്തും എല്ലാം ക്ലിയോപാട്ര ഭരിച്ചു. മാർക്ക് ആന്റണിക്ക് ക്ലിയോപാട്രയുമായുള്ള ആ ഒരു പൊളിറ്റിക്കൽ അലയൻസ് വികസിച്ച് അതൊരു പ്രണയമായി മാറി. ക്ലിയോപാട്രയുടെ മക്കൾക്ക് രാജ്യാവകാശം നൽകുകയായിരുന്നു. ഒടുവിൽ ജൂലിയസ് സീസറിന്റെ പിൻഗാമിയായ ഒഗസ്റ്റസ് സീസർ മാർക്ക് ആന്റണിയെ കീഴ്പ്പെടുത്തുകയും അങ്ങനെ അവർ റോമിൽ നിന്നും തിരിച്ച് അലക്സാൻഡ്രിയയിലേക്ക് വരികയും അലക്സാൻഡ്രിയ റോമ പടയാളികളുമായി ചുറ്റപ്പെട്ടപ്പോൾ മാർക്ക് ആന്റണി വിചാരിച്ചു ക്ലിയോപാട്ര മരിച്ചുവെന്ന്. അപ്പോൾ മാർക്ക് ആന്റണി സ്വന്തം ജീവൻ എടുത്തു. മാർക്ക് ആന്റണി മരിച്ചു എന്ന് അറിഞ്ഞതോടുകൂടി റോമാക്കാരുടെ അടിമയായിരിക്കാൻ തയ്യാറല്ല എന്ന് ശപഥമെടുത്ത് ക്ലിയോപാട്ര സ്വന്തം ജീവൻ എടുക്കുകയായിരുന്നു. സർപ്പദംശനമേറ്റോ എന്തോ ഒരു വലിയ വിഷക്കൂട്ട് എടുത്തോ ആണ് ക്ലിയോപാട്ര സ്വന്തം ജീവൻ പരിത്യജിച്ചത്. ക്ലിയോപാട്രയുടെ സാമ്രാജ്യമായ അലക്സാൻഡ്രിയ മെഡിറ്ററേനിയൻ സീയുടെയും നൈലിന്റെയും എല്ലാം നടുവിലുള്ള ഒരു വളരെ സ്ട്രാറ്റജിക് ലൊക്കേഷൻ ആയിരുന്നു. അതിന്റെ ഒരു അവശേഷിപ്പും ബാക്കിയില്ല. കാരണം എർത്ത്ക്വേക്കും സുനാമിയും എല്ലാം വന്നു. എന്നാലും ഈ ഫറോവ രാജ്യത്തിന്റെ ഈ മഹത്തായ പിരമിഡുകളും എല്ലാം ഇന്നും കാലങ്ങൾക്കപ്പുറവും നിലനിൽക്കുന്നു. അങ്ങനെ നമുക്ക് ക്ലിയോപാട്രയെ ഓർക്കാൻ മറ്റൊരു കാരണവും കൂടെ.